ഹലോ, ഞങ്ങളിന്ന് പോകുന്നത് ബൊഗോറിലുള്ള ഒരു അറബിക് റെസ്റ്റോറൻറ്റിലേക്കാണ്. റെസ്റ്റോ അബു അലി എന്നാണ് ഈ അറബിക് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇപ്പം ഞങ്ങൾ ഈ പൊക്കോണ്ടിരിക്കുന്ന റോഡുണ്ടല്ലോ, ഈ കാണുന്നൊരു കോമ്പൗണ്ട് ഇല്ലേ, അത് ഇവിടുത്തെ പ്രസിഡൻഷ്യൽ പാലസിൻ്റെ കോമ്പൗണ്ടാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കുറേ മാനുകളുണ്ട് ഉള്ളിലായിട്ട്. കോമ്പൗണ്ടിനുള്ളിൽ കുറേ മാനുകളുണ്ട്. ഇവിടെ ഈ കോമ്പൗണ്ടിൻ്റെ പുറത്ത് ആളുകൾ ഇങ്ങനെ ക്യാരറ്റും പുല്ലും ഒക്കെ വിൽക്കുന്നുണ്ട് ഈ മാനുകൾക്ക് കൊടുക്കാൻ വേണ്ടി. ഇതൊരു വളരെ വലിയൊരു കോമ്പൗണ്ടാണ്. ഒത്തിരി ഏക്കർ കണക്കിന് സ്ഥലം നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പം റെസ്റ്റോ അബു അലിയിലേക്കാണ്. ഇവിടുത്തെ ഒരു നല്ലൊരു അറബിക് റെസ്റ്റോറൻ്റാണ് കേട്ടിട്ട് പോകുന്നതാണ്. ഇവിടെ ബൊഗോറിൽ ആണ് കുറച്ച് അറബിക് ആൾക്കാരുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു അറബിക് റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ളത്. നമ്മുടെ ജക്കാർത്ത അങ്ങോട്ടൊന്നും അധികം അറബിക് റെസ്റ്റോറൻറ്റ്സ് ഒന്നുമില്ല. കണ്ട തൊട്ടടുത്ത് വന്ന് വാങ്ങിക്കുന്നുണ്ട് മാന ഫുഡൊക്കെ. ഇപ്പം ഈ കാണുന്നതാണ് കേട്ടോ പ്രസിഡൻഷ്യൽ പാലസ്. പിന്നെ ഈ റോഡ് കണ്ടോ, ഭയങ്കര ബ്ലോക്കാണ്, അതൊരു കാര്യം. പിന്നെ ഇപ്പുറത്തും അപ്പുറത്തും ശരിക്കും പറഞ്ഞ ഒരു ഫോറസ്റ്റ് പോലെയാണ്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. ഇതാണ്, നമുക്ക് ഉള്ളിൽ കയറാം. ഞങ്ങൾ ഇത്തിരി നേരത്തെയാണ് കേട്ടോ, 12 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ലൊരു ഈ ഒരു ഊതിൻ്റെയൊക്കെ സ്മെല്ലും ഇവിടെ ഫുള്ള് നല്ല ഭംഗിയാണ് കാണാനും. കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പം മജ്ലിസ് ഉണ്ട്. ഞങ്ങൾ അവിടെ ഇരിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവരുടെ പ്രത്യേകതയായിട്ട് ഇവർ പറയുന്നത് മെയിനായിട്ട് യമനി ഫുഡാണ്. യമനി എന്നുള്ള ഷെഫുകളൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ഇവരിത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ കൊടുത്തത് ഫസ്റ്റ് സൂപ്പ്, പിന്നെ മത്ഫി, പിന്നെ ഗ്രിൽഡ് മിക്സ് ഗ്രില്ല്, പിന്നെ സ്വീറ്റായിട്ട് ഓർഡർ കൊടുത്തത് മൊഹലാബിയയ്ക്കാണ്. ഫുഡ് രണ്ടും നല്ല ടേസ്റ്റായിരുന്നു. മൊഹലാബിയ ഒരു ആവറേജ് അങ്ങനെയായിരുന്നു.